എല്ലാവർക്കും വേണ്ടി, ഒരിക്കലും ക്രൈസ്തവർക്ക് വേണ്ടി സഭ ശബ്ദിക്കാറില്ല. നമുക്കറിയാലോ, ക്രൈസ്തവർക്ക് വേണ്ടി ഒരിക്കലും സഭ ശബ്ദിക്കാറില്ല. എപ്പോഴും ശബ്ദിക്കുന്നത് ഇവിടുത്തെ പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ശബ്ദിക്കുമ്പോൾ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പാമ്പ്ളാരി പിതാവ് പറഞ്ഞു, നമുക്കറിയാം കർഷകരുടെ അവസ്ഥ. കർഷകർ വളരെ ദയനീയാവസ്ഥയിലാണ്. ഓരോ ദിവസം കഴിയുന്തോറും ദയനീയാവസ്ഥ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കർഷകരുടെ അവസ്ഥ പരമദയനീയാവസ്ഥയിലാണ്. ഒരു സാധനത്തിനും വിലയില്ല. അവർ കുടിയിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കർഷകർ ഒരു കാലത്ത് മലയിലേക്ക് കുടി കയറിയിട്ടുണ്ടെങ്കിൽ ഇന്ന് എല്ലാവരും കുടിയിറങ്ങിപ്പോയി. കാരണം അവിടെ സാധനത്തിന് വിലയില്ല. അവിടെ വന്യമൃഗങ്ങൾ കൊണ്ട് ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ പാമ്പ്ളാനി പിതാവ് പറഞ്ഞു, റബ്ബറാണ് മലയോര കർഷകരുടെ പ്രധാനപ്പെട്ട വിഷയം, റബ്ബറാണ്. റബ്ബറിന് വില തന്നാൽ ഞങ്ങൾ BJPക്ക് ഒരു MBA കൊടുക്കാമെന്ന് പിതാവ് പറഞ്ഞത് അത് ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന ഇന്ന് BJP ആയതുകൊണ്ടാണ്. അത് അതേസമയം കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെങ്കിൽ കോൺഗ്രസിന് കേരളത്തിൽ MPമാരില്ലെങ്കിൽ കോൺഗ്രസിനോടും പിതാവ് ഇതേ ഭാഷ പറയും. അപ്പോൾ നമ്മൾ അതൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്നു. ഒരു കാലഘട്ടത്തിൽ സഭ തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്നു BJP പക്ഷത്തേക്ക് പോകുന്നു. ഒരിക്കലും ആ ഒരു രീതിയിൽ സഭ ഒരു പക്ഷത്തേക്കും പോയിട്ടില്ല. മതേതര സമീപനമാണ് എടുക്കുന്നത് താങ്കൾ പ്രാഥമികമായി തുടക്കത്തിൽ പറയാണ്. ഞാൻ ചോദിക്കുന്നത് അഡ്വക്കേറ്റ് ടോണി ജോസഫ്, ഇതൊരു തെരഞ്ഞെടുപ്പ് കാലമാണ് എന്ന് വെച്ചാൽ വളരെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ കേരളത്തിലെ മനുഷ്യർ വോട്ട് ചെയ്യാൻ പോകുന്ന സമയമാണ്. അപ്പോൾ ദീപികയിൽ വരുന്ന ഈ ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം മതത്തെ രക്ഷിക്കാൻ ഇറങ്ങിയവരെ കൊണ്ടുള്ള പ്രയാസം അത് വലുതാവുകയാണ്. രാജ്യത്തെ തൊഴിലില്ലായ്മയും സാമ്പത്തിക അസമത്വങ്ങളും അഴിമതിയും അഴിമതി വിരുദ്ധ നിഴൽ യുദ്ധങ്ങളും ജനാധിപത്യ ധ്വംസനവും മതധ്രുവീകരണവും ഉൾപ്പെടെ 100,000 നീറ്റലുകളെ മറയ്ക്കാനുള്ള ഒറ്റമൂലിയായി മതത്തെ ദുരുപയോഗിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. മതമേതായാലും പ്രശ്നമല്ല. പ്രധാന വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യപ്പെടാതിരിക്കാനുള്ള ഈ തെരുവ് നാടകങ്ങളിലെ അഭിനേതാക്കളെ തിരിച്ചറിയാൻ വൈകരുത്. എന്ന് വെച്ചാൽ ഇവിടുത്തെ അഴിമതിയെക്കുറിച്ച്, മതധ്രുവീകരണത്തെക്കുറിച്ച്, തൊഴിലില്ലായ്മയെക്കുറിച്ച്, സാമ്പത്തിക അസമത്വത്തെക്കുറിച്ച് സംസാരിക്കുന്ന സഭ ഭരണകൂടത്തോടാണ് സംസാരിക്കുന്നതെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അങ്ങനല്ലേ? അതെ, വ്യക്തമായിട്ട് പറയുകയാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിലെ അസമത്വം, സാമ്പത്തിക അസമത്വം വളരെയധികമുണ്ട്. നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഇവിടുത്തെ യുവാക്കൾ ഇന്ന് രാജ്യം വിട്ടു പോവുകയാണ്. യുവാക്കൾ +2 കഴിയുമ്പോൾ തന്നെ രാജ്യം വിട്ട് അവർ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത് ഒരു തൊഴിൽ ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ തൊഴിൽ കിട്ടില്ല എന്നൊരു ബോധ്യം ഇവിടുത്തെ ചെറുപ്പക്കാർക്കുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ ഓഫീസിൽ ഞാനൊരു നോട്ടറി അഭിഭാഷകൻ കൂടിയാണ്. എൻ്റെ ഓഫീസിലേക്ക് ദിവസം കടന്നു വരുന്ന ചെറുപ്പക്കാരുടെ എണ്ണം അത് +2 കഴിഞ്ഞ കുട്ടികളാണ് കടന്നു വരുന്നത്. അപ്പോൾ അവരോട് ഞാൻ ചോദിക്കും, നിങ്ങൾ ഈ രാജ്യം വിട്ടു പോയാൽ നാളെ ആരിവിടെയുണ്ട്? അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യം, ഈ രാജ്യത്ത് ഞങ്ങൾ പഠിച്ചിട്ട് എന്ത് കിട്ടാൻ? ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തെ പുലർത്താൻ കഴിയില്ല. കർഷകരുടെ മക്കൾ പറയുന്നത്, പണ്ട് ഞങ്ങൾക്ക് കർഷകർക്ക് നാണ്യവിളക്ക് വിലയുണ്ടായിരുന്നു, പക്ഷെ അതുമില്ല. ഞങ്ങൾ എങ്ങനെ ജീവിക്കും? അതുകൊണ്ട് ഈ രാജ്യം വിട്ടു പോയാൽ മാത്രമേ രക്ഷപ്പെടുമെന്ന് തോന്നുന്ന രാജ്യത്തെ ജനങ്ങൾ, ചെറുപ്പക്കാർ മുഴുവൻ പോവുകയാണ്. മാതാപിതാക്കൾ കുട്ടികളെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ നമ്മുടെ നാടൊരു വയസ്സന്മാരുടെ നാടായി മാറുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഇവിടെ ഈ ഇലക്ഷൻ സമയത്ത് ആരും ചിന്തിക്കുന്നില്ല. ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തത്തെക്കുറിച്ച് അവരോട് ചോദ്യം ചോദിക്കാനുള്ള, അവരെ ഓഡിറ്റ് ചെയ്യാനുള്ള സമയമാണിത്. അല്ലാതെ വർഗീയത പറഞ്ഞ് കളയാനുള്ള സമയമല്ല എന്നല്ലേ സഭ പറയുന്നത്? അല്ല, അതാണ് സഭ പറയുന്നത്. വർഗീയത പറയേണ്ട സമയമല്ല ഇത്. ഈ ഇലക്ഷൻ സമയത്ത് നമുക്ക് ചോദിക്കണം, നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ ജീവിക്കണം, ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കണം, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. ഇലക്ഷൻ സമയത്ത് ചർച്ച ചെയ്യേണ്ടത് അതിനെക്കുറിച്ചാണ്, ഇവിടുത്തെ ദാരിദ്ര്യത്തെക്കുറിച്ചാണ്, ഇവിടുത്തെ ജനങ്ങളുടെ വിഷയങ്ങളെക്കുറിച്ചാണ്. അതാണ് സഭ പറയുന്നത്. അത് വ്യക്തമായി സഭ പറയാണ്, ഇവിടെ വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കേണ്ട സമയമല്ല എന്ന് സഭ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ കാര്യത്തിൽ. ശരി, ഞാനൊന്ന് വരാം.